ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആങ്ങളെ വിദേശത്തേക്ക് ജോലിക്കായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവനെ യാത്ര അയക്കുന്നതിൻ്റെ ഒരു സംഭവ വികാസങ്ങളുടെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാക്കിങ്ങിന് വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസ് വെയിറ്റ് നോക്കിയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പാക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് 30 kg ആക്കി നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ എയർപോർട്ടിൽ ചെന്ന് തൂക്കി നോക്കിയപ്പോഴത്തേനും 32 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കിലോ നമ്മൾ മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇതേപോലെയൊക്കെ ബാഗ് പാക്ക് ചെയ്ത് വിദേശത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ 1-2 കിലോയൊക്കെ കുറച്ചിട്ട് ബാഗ് പാക്ക് ചെയ്യുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ടായില്ല ബാഗ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് മാറ്റാനും പറ്റി. അത് കഴിഞ്ഞിട്ടാണ് കവർ ചെയ്തത് കേട്ടോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കൂടിയേക്കണാണ്. അപ്പോൾ ഞങ്ങൾ 2 ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ആൾക്ക് നല്ല വിഷമമുണ്ട്, എന്നാലും പുറത്തൊന്നും കാണിച്ചിട്ടില്ല, ആരും കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് എല്ലാവരും സന്തോഷത്തോടെ അവനെ യാത്രയേക്കാണ്. അപ്പോൾ അവനും ഫ്രണ്ട്സും കൂടി കാറിലാണ് പോയത്. ഞങ്ങൾ പപ്പയും മമ്മിയും പിന്നെ ഞങ്ങൾ ബാക്കി 6 മക്കളും ഞങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ മിനി ബസ്സിലാണ് കേട്ടോ പോയത്. എന്നുവെച്ചാൽ കാർ വിളിച്ചാൽ തന്നെ എങ്ങനെ വരെ ഒരു 3 കാറെങ്കിലും വിളിക്കേണ്ടി വരും ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു മിനി ബസ് എടുത്തിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് 8 മണിയായപ്പോഴത്തേനും ഇറങ്ങിയായിരുന്നു കേട്ടോ. രാത്രി അവന് ഫ്ലൈറ്റ് വെളുപ്പിനെ 3:30 പക്ഷേ 11:30 ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 8 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. പക്ഷേ 8:35 ആയപ്പോഴത്തേനും നമ്മുടെ എടപ്പള്ളി സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് 2 മണിക്കൂറോളം ഞങ്ങളവിടെ പോസ്റ്റായിട്ടിരുന്നു വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടൊന്ന് കടന്നു കിട്ടാൻ പറ്റിയത്. 8:35 മുതൽ ഒരു 10:45 വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ സിഗ്നൽ കഴിഞ്ഞൊന്ന് പോകാൻ പറ്റിയത്. അന്ന് ജനുവരി 2 ആയതുകൊണ്ട് തന്നെ അന്ന് ഹോളിഡേ ആണല്ലോ. അപ്പോൾ ലുലു മാളിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് 11:30 മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മി പ്രാർത്ഥന തന്നെയായിരുന്നു. ദൈവമേ എങ്ങനെയെങ്കിലും 11:30 മുന്നേ തന്നെ അവിടെ എത്തിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പപ്പയും ആങ്ങളമാരും അനിയത്തിമാരൊക്കെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നേവരെ എയർപോർട്ടിൽ വരേണ്ടതായിട്ട് വന്നിട്ടില്ല ഞങ്ങൾക്കാർക്കും. എന്നുവെച്ചാൽ യാത്രയേക്കില്ല. അവർ പോയാൽ തന്നെ ഒരു 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ യാത്രയപ്പായിട്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ ഇങ്ങനെ യാത്രയേക്കാൻ വേണ്ടി ഞങ്ങൾ കുടുംബസമേതം പോകുന്നത് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എയർപോർട്ട് കാണുന്നത്. എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും എന്താ പറയുക, ഒരു എങ്ങനെയാണ് എയർപോർട്ടിൽ ഇരിക്കുന്നത് നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തി. പിന്നെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഫുള്ള് നമ്മുടെ സോളാർ പിടിപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേനും വലിയൊരു എന്താ പറയുക വലിയൊരു സംഭവം കണ്ട പോലത്തെ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എയർപോർട്ടിലേക്ക് കയറുന്ന അവിടുത്തെ ടോളാണ് കേട്ടോ അത്. അവിടെ നമ്മൾ കയറുന്ന ടൈം മാർക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു പോരുമ്പോഴാണ് നമ്മളവിടെ ക്യാഷ് അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു അതനുസരിച്ചിട്ടാണ് നമുക്ക് ബില്ല് വരുന്നത്. അപ്പോൾ ആ ഒരു ബില്ല് അടച്ചിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ വീട്ടിൽ നിന്ന് പലരും പ്ലെയിനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരെങ്കിലുമൊക്കെ പ്ലെയിനിലൊക്കെ പോകുമ്പോഴത്തേനും എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കലും പ്ലെയിനിൽ കയറാൻ സാധിച്ചിരുന്നെങ്കിലോ എന്ന്. പക്ഷേ ഇന്നേ വരെ നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു എയർപോർട്ടെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരാഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ വന്ന് കയറി. ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് കേട്ടോ എയർപോർട്ടിൽ വന്ന് കയറുക എന്നുള്ളത്. അപ്പോൾ ആങ്ങളെ എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ്. അവന് ഭയങ്കര സങ്കടമുണ്ട് പോകാൻ നേരത്ത്. അപ്പോൾ ഇതേ കരയുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവൻ 11:45 ചെക്കിനായി കേട്ടോ. അപ്പോൾ വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അറിയാം അവരുടെ ഫാമിലീസിന് എന്തോരം വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തോരം വിഷമം ഉണ്ടാവും എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. ആ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾ എൻ്റെ ആങ്ങളെ പോയപ്പോഴാണ് കേട്ടോ. അവൻ വിദേശത്ത് പോകുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ അവൻ പോവാനായിട്ടായ ആ നിമിഷത്തിൽ
ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും തന്നെ. അങ്ങനെ തിരിച്ചു പോരാനായിട്ട് വണ്ടിയിൽ കയറി കുറച്ച് ദൂരം പോയപ്പോഴത്തേനും എല്ലാവരും നല്ല ഉറക്കമായിട്ടോ. പിന്നെ ഉറങ്ങി എഴുന്നേറ്റത് ഞങ്ങൾ വീടെത്തിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ വീടെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അപ്പോൾ ആരും കുടയൊന്നും എടുക്കാഞ്ഞത് കൊണ്ട് തന്നെ ആ മഴയത്ത് വീട്ടിലേക്ക് ഓടിക്കയറേണ്ടതായിട്ട് വന്നിട്ടോ. അങ്ങനെ ആ മഴയത്ത് ഓടിക്കയറിയത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഉറക്കവും എല്ലാം പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും വർത്താനമായി. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോഴത്തേനും വെളുപ്പിന് 4 മണിയായിട്ടോ. കറണ്ട് ഇല്ലാഞ്ഞതുകൊണ്ടാണ് കൂടുതലും കിടന്നുറങ്ങാഞ്ഞത് കേട്ടോ. മഴ ചെയ്തുകൊണ്ട് കറണ്ട് അപ്പം തന്നെ പോയി. അപ്പോൾ കറണ്ട് വരാൻ വേണ്ടി വെച്ചു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങാഞ്ഞുകൊണ്ട് പിന്നെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് വെച്ചത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ജോലിക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടാം കേട്ടോ. അപ്പോൾ അവനെ യാത്രയാക്കാൻ വേണ്ടി ഫ്രണ്ട്സും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ക്ലാസ്മേറ്റ്സും പിന്നെ അടുത്തുള്ള ഫ്രണ്ട്സും, അതായത് വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ്, പിന്നെ അവൻ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന അവിടുത്തെ ഫ്രണ്ട്സ്, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ യാത്രയാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.